BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. രാവിനെ പകലാക്കുന്ന വ്യാപാരോത്സവ നാളുകളിലേക്ക് പെരിയാർ തീരം. ശിവരാത്രിയോടനുബന്ധിച്ച് നഗരസഭ നടത്തുന്ന വ്യാപാരോത്സവത്തിന്റെ ആഹ്ലാദത്തിലാണ് മണപ്പുറവും നഗരവും. ശിവരാത്രി മുതൽ 3 ആഴ്ചയോളം പെരിയാർ തീരത്ത് നടക്കുന്ന വ്യാപാരോത്സവം സമീപ നാടുകളുടെ കൂടി ഉത്സവമാണ്. മണപ്പുറത്ത് നഗരസഭയുടെ സ്ഥലത്ത് മാത്രം നിരവധി വ്യാപാര സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ തറ വിസ്തീർണം അളന്ന് 100ഓളം പേർക്ക് കച്ചവടത്തിനായി നൽകി. ദേവസ്വം ബോർഡിന്റെ മണപ്പുറത്തും സ്റ്റാളുകളുണ്ട്. നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ റോഡ് സൈഡുകളിലും താൽക്കാലിക സ്റ്റാളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമായും പാലസ് റോഡിലായിരിക്കും സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നത്. ബാങ്ക് കവലയ്ക്കും ആശ്രമത്തിനും ഇടയിലായിരിക്കും കൂടുതൽ സ്റ്റാളുകൾ. വ്യാപാരമേളയ്ക്ക് കൊഴുപ്പേകുമെന്ന് അമ്യൂസ്മെന്റ് പാർക്ക് 3 ആഴ്ച പ്രവർത്തിക്കും. ശിവരാത്രിയുടെ ഭാഗമായുള്ള ദൃശ്യോത്സവം ഇക്കുറിയും മണപ്പുറത്ത് സംഘടിപ്പിക്കും. മാർച്ച് 16-ാം തീയതി ആരംഭിക്കാൻ കഴിയും വിധമാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാർച്ച് 1 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ISL മത്സരത്തിന്റെ ഭാഗമായി ഫുട്ബോൾ പ്രേമികളുടെ യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 11 മണി വരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടാകും. സഹപാഠികളുടെ ക്രൂരതയും സ്കൂൾ അധികൃതരുടെ നിഷേധാത്മക മനോഭാവവും മൂലം ദുരിതത്തിലായി 10ാം ക്ലാസ് വിദ്യാർത്ഥിനി തൃക്കാക്കര തെങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം. സഹപാഠികളായ വിദ്യാർത്ഥിനികൾ നായ്ക്കുരണപ്പൊടി ദേഹത്ത് വിതറിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. പ്രശ്നങ്ങളെല്ലാം മറച്ചുവെക്കാനും കുറ്റക്കാരെ സംരക്ഷിക്കാനുമാണ് സ്കൂൾ അധികൃതരും പോലീസും ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഈ മാസം 1-നാണ് പെൺകുട്ടിയെ സഹപാഠികളായ മറ്റു പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിലേക്ക് മാറി വന്നപ്പോൾ മുതൽ പെൺകുട്ടികൾ നേരിയ ചെറിയ തോതിലുള്ള റാഗിങ്ങും മറ്റും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇതിനിടെ 3-ാം തീയതി IT പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് മുറിയിലെത്തിയ പെൺകുട്ടിയുടെ ദേഹത്ത് സഹപാഠികൾ നായ്ക്കുരണപ്പൊടിയുടെ കായ് ഇടുകയായിരുന്നു എന്നാണ് പരാതി. കുറച്ചു കഴിഞ്ഞതോടെ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. തുടർന്നാണ് സഹപാഠികൾ തന്നെയാണ് ദേഹത്ത് വീണ പൊടി കഴുകി കളയാൻ പെൺകുട്ടിയോട് പറയുന്നത്. തുടർന്ന് സ്കൂൾ ടോയ്ലറ്റിലെത്തി ദേഹവും വസ്ത്രങ്ങളും കഴുകി. ഇതിനിടെ നായ്ക്കുരണക്കായുടെ പുറത്തുള്ള പൊടി സ്വകാര്യ ഭാഗങ്ങളിലടക്കം ദേഹമാകെ പുരണ്ടിരുന്നു. ഏറെ നേരത്തിന് സംഭവം വിവിധ നികുതികളുടെ വർധനവും പുതുക്കിയ D&E ലൈസൻസും ഫീസും മൂലം ബുദ്ധിമുട്ടുന്ന വ്യാപാരികളിൽ നിന്ന് ഇല്ലാത്ത കുടിശ്ശിക പിരിച്ച് നഗരസഭ ദ്രോഹിക്കുന്നതായി പരാതി. വ്യാപാര സ്ഥാപനങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ള D&E ലൈസൻസ് പുതുക്കുന്നതിന്റെ ഭാഗമായി 2 ഇരട്ടി വരെ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചിട്ടുള്ള നൽകുകയും ചെയ്തു. കടുത്ത വേദന ഉണ്ടായിരുന്നപ്പോഴും SLC പരീക്ഷ ചൂണ്ടിക്കാട്ടി സ്കൂളിൽ പോകാനും കുട്ടി നിർബന്ധിതയായി. ഈ സമയങ്ങളിലൊന്നും കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അധ്യാപകരോ PT അംഗങ്ങളോ അന്വേഷിച്ചില്ലെന്നും പരാതിയുണ്ട്. 12-ാം തീയതി ആയതോടെ കുട്ടിക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയെ തുടർന്ന് ചില സാമൂഹിക പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. തുടക്കത്തിൽ പോലീസിൽ പരാതിപ്പെടാൻ മടിയുണ്ടായിരുന്നുവെങ്കിലും ഫെബ്രുവരി 17-ന് പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ എത്തിയ കഠിനമായ വേനൽ ചൂട് എറണാകുളം ജില്ലയിലെ പൈനാപ്പിൾ ഉൽപ്പാദനം പാതിയായി കുറച്ചു. വിപണിയിലെ അനുകൂല സാഹചര്യം കണക്കാക്കി പൈനാപ്പിൾ കൃഷി തുടങ്ങിയ പല കർഷകരുടെയും പൈനാപ്പിൾ 120 ദിവസം പിന്നിട്ടിട്ടും വളർച്ചയില്ലാത്ത അവസ്ഥയിലാണ്. പഴയ പൈനാപ്പിൾ തോട്ടങ്ങളിലെ ഉൽപ്പാദനത്തോട് വേനൽ ചൂട് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. മഴ പെയ്ത പ്രദേശങ്ങളിൽ വേനൽ ചൂട് കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിൽ ചൂട് തുടരുകയാണെങ്കിൽ ഇവിടെയും ഉൽപ്പാദനത്തിൽ 25% കുറവുണ്ടാകുമെന്നും കർഷകർ പറയുന്നു. പൈനാപ്പിൾ കൃഷിയുടെ ഉണക്കിനെ നേരിടാൻ നെറ്റും ഓലയും മറ്റും ഉപയോഗിച്ചാണ് തണലൊരുക്കുന്നത്. ഓല ഉപയോഗിച്ച് പൊതയിടുമ്പോൾ ഇരുചെടിക്ക് 2.5 രൂപ എന്ന നിരക്കിൽ ചെലവ് വരുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. നെറ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇത് ഇരട്ടിയാകും. എങ്കിലും നെറ്റ് കൂടുതൽ തവണ ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ പല കർഷകരും ഇപ്പോൾ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ മാർക്കറ്റിൽ പച്ച സ്പെഷ്യൽ ഗ്രേഡിന് 45 രൂപയാണ് വില. പഴുത്തതിന് 43 രൂപയും വില ലഭിക്കുന്നുണ്ട്. എന്നാൽ കർഷകർ 25 മുതൽ 30 രൂപ വരെയാണ് ലഭിക്കുന്നത്. വിഷു റമസാൻ വിപണി മുന്നിൽ കണ്ട് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്ന കർഷകരെല്ലാം കടുത്ത ആശങ്കയിലാണെന്നും പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോൺ പറഞ്ഞു. കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പണിമുടക്കും തീരദേശ ഹർത്താലും എറണാകുളം ജില്ലയിൽ പൂർണ്ണം. വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറങ്ങിയില്ല. തോപ്പുംപടിയിലും വൈപ്പിനിലും ഫിഷറീസ് ഹാർബറുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. മത്സ്യവ്യാപാര സംഘടനകളും പണിമുടക്കിൽ പങ്കെടുത്തു. IS പ്ലാന്റുകളും പ്രവർത്തിച്ചില്ല. വിവിധ കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പ്രകടനം നടത്തി. യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സാമുദായിക സംഘടനാ നേതാക്കൾ പ്രസംഗിച്ചു. തോപ്പുംപടി ഹാർബറിൽ കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ 6 ബോട്ടുകളിൽ നിന്നും മീൻ ഇറക്കിയില്ല. അനുബന്ധ തൊഴിലാളികൾ ഉൾപ്പെടെ 2000-ഓളം പേർ ഹർത്താലിൽ പങ്കുചേർന്നു. തീരദേശത്തെ മീൻകടകളിലെല്ലാം അടഞ്ഞുകിടന്നു. 70 പേഴ്സിൻ ബോട്ടുകളും 100ഓളം ടോൾനെറ്റ് ബോട്ടുകളും 300ഓളം ചൂണ്ട ബോട്ടുകളുമാണ് തോപ്പുംപടി ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്.
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിനും കണ്ണങ്ങാട്ട് പാലത്തിനും സമീപം വില്ലിംഗ്ടൺ ദ്വീപിലെ ഒഴിഞ്ഞുകിടക്കുന്ന 28 ഏക്കറോളം പുൽമേട്ടിൽ വൻ തീപിടുത്തം. ഉച്ചയ്ക്ക് 1 മണിയോടെ തുടങ്ങിയ തീപിടുത്തം രാത്രി ഏറെ വൈകിട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല. കാറ്റിൽ തീ ആളിപ്പടർന്ന കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കൊച്ചിൻ പോർട്ടസ്റ്റ്, ക്ലബ് റോഡ്, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം രാത്രിയിലും തുടരുകയാണ്. കടുത്ത വേനലിനെ തുടർന്ന് ഒഴിഞ്ഞ പറമ്പുകളിൽ കുറ്റിച്ചെടികൾക്കും കാടുകൾക്കും തീ പിടിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പലരും ഇടാറുണ്ടെന്നും പറയുന്നു. കൊച്ചിൻ പോർട്ടസ് അതോറിറ്റി ചീഫ് ഫയർ ഓഫീസർ സുബ്രഹ്മണ്യൻ, ക്ലബ് റോഡിൽ നിന്നെത്തിയ ഫയർ യൂണിറ്റിലെ സീനിയർ ഫയർ ഓഫീസർ രഞ്ജിത് ആർ കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹാർബർ പോലീസിന്റെ സഹകരണത്തോടെയാണ് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയത്. തീ പടർന്നതോടെ അലക്സാണ്ടർ പറമ്പിത്തറ പാലം മുതൽ കുണ്ടന്നൂർ പാലം വരെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.